എഡിറ്റോറിയൽ 2020 നവംബർ 11 ബുധൻ. ഹിന്ദുത്വ പിടി അയയുന്നില്ല. ഇന്ത്യയുടെ മതേതര സ്വഭാവവും ബഹുസ്വരതയും നിലനിൽക്കണമെന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആഗ്രഹം എന്തുതന്നെയായാലും യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുമ്പോൾ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംശയാതീതമായി തെളിയിച്ച പോലെ ഹിന്ദുത്വ ശക്തികൾ രാജ്യത്തെ പിടിയിലൊതുക്കുന്ന പ്രവണതയ്ക്ക് തിരിച്ചടിയൊന്നും നേരിടുന്നില്ലെന്ന സന്ദേശമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മധ്യപ്രദേശ്, UP, ഗുജറാത്ത്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലങ്ങൾ നൽകുന്ന സന്ദേശം. ബീഹാറിൽ അധികാരത്തിലിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ജനവിധി തേടുമ്പോൾ ശക്തമായ എതിർപ്പുകളൊന്നും ഉയർന്നിരുന്നില്ല എന്നതാണ് വാസ്തവം. 243 അംഗ നിയമസഭയിൽ BJP JDU കൂട്ടുകെട്ടിന് ഭീഷണി ഉയർത്താൻ മാത്രം RJD, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടങ്ങുന്ന മഹാസഖ്യം ശക്തിയാർജിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നില്ല. കോവിഡ് വ്യാപനം മൂലം അനേകായിരങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയതും യാത്രാമധ്യേ അവർ അനുഭവിച്ച പീഡനങ്ങളും സ്വതേ സംസ്ഥാനത്ത് രൂക്ഷമായ തൊഴിലില്ലായ്മയും തത്തുല്യമായ ജീവൽ പ്രശ്നങ്ങളും ബീഹാർ ജനതയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു എന്നത് ശരിയാണ്. ദീർഘനാളായി ജയിലിൽ കഴിയുന്ന RJD നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ പുത്രൻ തേജസ്വി യാദവ് പ്രതീക്ഷിച്ചതിലുപരി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തിളങ്ങി എന്നതും വാസ്തവമാണ്. പക്ഷേ ഇതൊക്കെ ബീഹാറിൻ്റെ ഭാഗധേയം തിരുത്തിക്കുറിക്കാൻ മാത്രം ശക്തമാണെന്ന് നിരീക്ഷകർ കരുതിയില്ല. പോളിംഗിനു ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് NDAയുടെ ഗ്രാഫ് താഴ്ത്തിയതും മഹാസഖ്യത്തിൻ്റെ ഗ്രാഫ് ഉയർത്തിയതും. അതുപ്രകാരം വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആകാംക്ഷാഭരിതരായി നിലയുറപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത്യസാധാരണമായതൊന്നും സംഭവിച്ചില്ല എന്നതാണുണ്ടായത്. 10 വർഷം മുഖ്യമന്ത്രിയായി വാണ ജനതാദൾ U നേതാവ് നിതീഷ് കുമാറിനെ ശരിക്കും വീഴ്ത്തുന്നതിൽ BJP വിജയിച്ചുവെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. അതാവട്ടെ ആദ്യമേ പ്രവചിക്കപ്പെട്ടതാണുതാനും. ഇത്തവണ BJPക്കാരനായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പാർട്ടി തുടക്കത്തിലേ തീരുമാനിച്ചു എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയത്. പ്രത്യക്ഷത്തിൽ പാർട്ടി അത് നിഷേധിക്കുകയും നിതീഷിനെ സമാധാനിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആവശ്യപ്പെട്ട സീറ്റുകളെല്ലാം അനുവദിച്ചുകൊണ്ട് ഭാവി മുഖ്യമന്ത്രി നിതീഷ് തന്നെയായിരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തുവെന്നത് നേരാണ്. ഈയിടെ നിര്യാതനായ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി BJPയുമായുള്ള സഖ്യം അഭംഗുരം തുടർന്നുകൊണ്ടുതന്നെ നിതീഷിനെയും പാർട്ടിയെയും തുറന്നെതിർക്കുന്ന നിലപാട് സ്വീകരിച്ചത് പിന്നിൽ നിന്ന് കുത്താൻ BJP സ്വീകരിച്ച കള്ളക്കളിയാണെന്ന പ്രചാരണവും തള്ളിക്കളയേണ്ടതായിരുന്നില്ല. ഏതായാലും പുറത്തുവന്ന ഫലങ്ങൾ പ്രചാരണങ്ങളെ ശരിവയ്ക്കുന്നതാണ്. മഹാഗഠ്ബന്ധൻ്റെ ഭാഗമായിരുന്നപ്പോഴാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ നേടിയ നിതീഷിൻ്റെ പാർട്ടി ഇത്തവണ കുത്തനെ താഴോട്ടു പോയിരിക്കുന്നു. സഖ്യകക്ഷി BJPയുടെ ഗ്രാഫ് മേലോട്ട് പോകുമ്പോഴാണ് ഈ വൈരുദ്ധ്യം. ഇനി എന്ത് എന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ. ജനതാദൾ U വേർപെട്ടുപോയ മഹാസഖ്യത്തിൻ്റെ മുഖ്യ പങ്കാളി RJDക്ക് നിലവിലെ നിയമസഭയിലുണ്ടായിരുന്ന 80 സീറ്റ് നിലനിർത്താനായിട്ടില്ലെന്നത് ശരിയാണ്. അത് പക്ഷേ ജനതാദൾ U മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴാണ്. ജനനായകൻ ലാലു പ്രസാദ് യാദവ് പാർട്ടിയെ നയിക്കാൻ സജീവ രംഗത്തുണ്ടായിരുന്നതാനും. ഇത്തവണ അദ്ദേഹം അവശനായി ജയിലിൽ കഴിയുകയാണ്. കേവലം 31 വയസ്സുകാരനായ തേജസ്വി ആവേശപൂർവ്വം രംഗത്തിറങ്ങി പാർട്ടിയെയും മുന്നണിയെയും നയിച്ചതിൻ്റെ ഫലമാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയരാൻ RJDക്ക് കഴിഞ്ഞത്. മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനായില്ല. ജനതാദൾ Uവിൻ്റെ മുന്നണി മാറ്റവും ഒരു കാരണമാവാം. തലയെടുപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസിനെ നയിക്കാനില്ലെന്നതും പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം ഇടതുപക്ഷത്തിൻ്റേതാണ്. സായുധ സമരമാർഗം ഉപേക്ഷിച്ച് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്ന CPI-ML കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 3 സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുവെങ്കിൽ അത് തിളക്കമാർന്ന വിജയമായി തന്നെ കാണണം. അവരോടൊപ്പം CPI, CPM എന്നീ പാർട്ടികൾക്കും കൈവരിക്കാനായി ചെറുതെങ്കിലും നേട്ടങ്ങൾ. ജാതിരാഷ്ട്രീയത്തിൻ്റെ അഴുക്കുചാലിൽ മതേതര ശക്തികളുടെ മുന്നേറ്റം ശുഭസൂചകം തന്നെയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭൂമികയിൽ മത്സരിച്ച ഉവൈസി AIMIMനും അഭിമാനിക്കാൻ വഴിതെളിഞ്ഞു. ഇതൊക്കെ ഒരു വശത്ത് ശരിയായിരിക്കെ തന്നെ BJP മുന്നേറ്റം തുടരുക തന്നെയാണെന്നത് മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങളും തെളിയിക്കുന്നു. ഫലത്തിൽ നേതൃത്വമില്ലാത്ത പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് അവസരത്തിനൊത്തുയരാൻ വഴി തെളിയുന്നുമില്ല. മതേതര പാർട്ടികളുടെയും ജനാധിപത്യ സമൂഹത്തിൻ്റെയും ഗൗരവപൂർവമായ പുനഃപരിശോധന തേടുന്നതാണ് ഈ സ്ഥിതിവിശേഷം.